നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞു വന്നേ? റെപ്രസെന്റേറ്റീവ് വാല്യൂസ് അല്ലേ? ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നോ? ചെയ്തായിരുന്നോ? ഇല്ല. മിസ് ഹോംവർക്ക് പറഞ്ഞില്ലല്ലോ. മിസ് പറഞ്ഞ അടുത്ത പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് പറയാന്നല്ലേ? അല്ല മിസ്, ടാലി മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നായിരുന്നു. ടാലി മാർക്കിന്റെ ഓക്കെ, അത് കുഴപ്പമില്ല, അത് ചെയ്യാൻ കിട്ടുന്നതല്ലേ, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റെപ്രസെന്റേറ്റീവ് വാല്യൂസ്. 3 തരത്തിലുള്ള റെപ്രസെന്റേറ്റീവ് വാല്യൂസ് ഉണ്ട്. അതായത് ഒരു ഹോൾ ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംഗിൾ വാല്യൂ. ഫസ്റ്റ് വൺ അരിത്മെറ്റിക് മീൻ, സെക്കൻഡ് വൺ മീഡിയൻ, തേർഡ് വൺ മോഡ്. ഇത് 3 എണ്ണം കൂടാതെ വേറെ 2 എണ്ണം കൂടിയുണ്ട്, ഹാർമോണിക് മീനും ജിയോമെട്രിക് മീനും. അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, അത് വലിയ ക്ലാസ്സിലേ പഠിക്കാനുള്ളൂ. ഇപ്പൊ തൽക്കാലം 3 എണ്ണം മാത്രം നോക്കാം. അരിത്മെറ്റിക് മീനും മീഡിയൻ, മോഡ്. ഈ 3 എണ്ണത്തില് അരിത്മെറ്റിക് മീനിന് മാത്രമേ വർക്ക്ഔട്ട് ചെയ്യേണ്ട പ്രോബ്ലം വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ മീൻ കണ്ടുപിടിക്കുക? സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്റെ എല്ലാം സം കണ്ടുപിടിക്കുക. സം മീൻസ് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ. സം കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ എത്ര ഒബ്സർവേഷൻ ഉണ്ടോ അത്രയും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം അല്ലേ? ചെറിയൊരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. ഫൈൻഡ്, എഴുതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഫൈൻഡ് ദ മീൻ ഓഫ് 2, 8, 9, 6, 4, 3 and 7. എന്തിന്റെയോ ഒബ്സർവേഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 2, 8, 9, 6, 4, 3 and 7. ഇത്രയും ഒബ്സർവേഷൻസിന്റെ എന്ത് കണ്ടുപിടിക്കണം? മീൻ എത്രയാന്ന് കണ്ടുപിടിക്കണം. മീൻ എത്രയാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കും? മീൻ കണ്ടുപിടിക്കണമെങ്കിൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സം എന്ന് പറയുമ്പോൾ 2 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 6 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 7. എത്ര ഇതിന്റെ സം? 2 പ്ലസ് 8 10, 10 പ്ലസ് 9 19 പ്ലസ് 6 25 പ്ലസ് 4 29 പ്ലസ് 3 32 plus 7 39. 39 അല്ലേ ഇതിന്റെ സം വരുന്നത്? ആണോ? ആണോ? 2 plus 8 plus 9 plus 6 plus 4 plus 3 plus 7. 39. ഇനി എത്ര ഒബ്സർവേഷൻ ഉണ്ട്? മീൻ എങ്ങനെ കണ്ടുപിടിക്കാം? Sum of observations divided by number of observations. Sum of all observation എന്ന് പറയുന്നത് 39. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1 2 3 4 5 6 7. 7 ഒബ്സർവേഷൻ. അപ്പൊ 39 by 7. 39 by 7 എത്രയാ? 39 by 7 എങ്ങനെ കണ്ടുപിടിക്കും? ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. 39 by 7. 5 35 4.5 35 51 സോറി 1 അല്ലല്ലോ
7 അല്ലേ? 7 into 7 49. ഓക്കെ, അങ്ങനെ അങ്ങ് പോവും. 5.57. എത്ര ആൻസർ കിട്ടും? ഈക്വൽ ടു 5.57. അതായത് നമ്മുടെ ഈ ഹോൾ വാല്യൂ അല്ല, ഹോൾ ഒബ്സർവേഷൻ, ഇത്രയും ഒബ്സർവേഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ ഒറ്റൊരു വാല്യൂ ആണ് 5.57. മനസ്സിലായോ? അതായത് ഇതിന്റെ കറക്റ്റ് മിഡിൽ വരുന്ന വാല്യൂ അതാണ് 5.57. ഇങ്ങനെയാണ് ഒരു ഒബ്സർവേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻസിന്റെ മീൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ടെക്സ്റ്റിനകത്തുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾ 3 ഒന്ന് നോക്കി. എക്സാമ്പിൾ 2 വേണ്ട, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അത്. എക്സാമ്പിൾ 3, പേജ് നമ്പർ 58. Example 3. Find the mean of first one, the first 7 natural numbers. ആദ്യത്തെ 7 natural numbers, 7 natural numbers-ന്റെ മീൻ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? 1 to 7 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുക. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 + 2 + 3 + 4 + 5 + 6 + 7. എത്ര കിട്ടും? 28 എന്ന് കിട്ടും. 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4 ആണ് ആദ്യത്തെ 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ. Then second one, the first 5 prime numbers. Prime numbers എന്താണെന്ന് നമുക്കറിയാം. 1ഉം അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ആദ്യത്തെ പ്രൈം നമ്പർ 2, സെക്കൻഡ് വൺ 3, പിന്നെ വരുന്നത് 5, പിന്നെ 7, പിന്നെ 11. എത്ര ആഡ് ചെയ്യുമ്പോൾ കിട്ടും? 2 + 3 + 5 + 7 + 11, 28 കിട്ടും. 28നെ ഇവിടെ ആദ്യത്തെ 5 പ്രൈം നമ്പേഴ്സേ പറയുന്നുള്ളൂ. അപ്പൊ 5 നമ്പേഴ്സ്, 5 ഒബ്സർവേഷൻസ് മാത്രമേ ഉള്ളൂ. 28/5 5.6. ഇതെല്ലാം ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വെറുതെ പറഞ്ഞു പോകുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. Then third one, the first 5 multiples of 3. First 5 multiples of 3. 3ന്റെ ആദ്യത്തെ 5 multiples. 3, 6, 9, 12, 15. ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ്. ഇതിന്റെ സം എന്ന് പറയുന്നത് 45. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. അതായത് 9 ആണ് ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് ഓഫ് 3, അതിന്റെ മീൻ. നെക്സ്റ്റ്, all factors of 20. 20ന്റെ എല്ലാ ഫാക്ടേഴ്സിന്റെയും എന്ത്? 20യുടെ എല്ലാ ഫാക്ടേഴ്സിന്റെയും മീൻ കണ്ടുപിടിക്കുക. 20യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെ? 1, 2, 4, 5, 10, 20. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ 42 എന്ന് കിട്ടും. 42നെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ഫാക്ടേഴ്സ് ഉണ്ട് 20ക്ക്. 42നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 എന്ന് കിട്ടും. 7 ആണ് 20യുടെ ഫാക്ടേഴ്സിന്റെ മീൻ. നെക്സ്റ്റ് പേജ് ഒന്നെടുത്തേ. അതിനകത്ത് എക്സാമ്പിൾ 4 ഉണ്ടോ? വലിയ നമ്പേഴ്സിന്റെ മീൻ കണ്ടുപിടിക്കാൻ. The enrollments in a school during 7 consecutive years were as follows: 1240, 1355, 1420, 1488, 1530, 1598, 1680. ഒരു സ്കൂളില് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 7 ഇയേഴ്സിലെ എൻറോൾമെന്റ് സ്റ്റുഡൻസിന്റെ എണ്ണമാണ്
അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആവറേജ്, അതിന്റെ മീൻ എത്രയാന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്ക് 7 വർഷമായിട്ട് ഏകദേശം ഇത്ര കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ ആയിട്ട് വന്നത് എന്ന് പറയണമെങ്കിൽ ഈ 7 വാല്യൂസും വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റില്ല അല്ലേ? ഓരോ വർഷം വ്യത്യാസമായിരിക്കും. അപ്പൊ ഏകദേശം ആ ഹോൾ ഒബ്സർവേഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇത്ര കുട്ടികളാണ് ആ സ്കൂളിൽ വന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 7 ഒബ്സർവേഷൻസിന്റെയും മീൻ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ മീൻ കണ്ടുപിടിക്കാം? മീൻ എൻറോൾമെന്റ് ഫോർ 7 ഇയേഴ്സ്, ടോട്ടൽ എൻറോൾമെന്റ് എത്രയാന്ന് കണ്ടുപിടിക്കുക. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ എത്ര കിട്ടുന്നുണ്ട്? ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ 10,311. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,473 എന്ന് കിട്ടും. അതായത് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം, 7 വർഷത്തിൽ about 1,473 സ്റ്റുഡൻസ് ആണ് എൻറോൾമെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ. അതായത് ആ ഹോൾ ഒബ്സർവേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംഗിൾ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. നമ്മളിപ്പോ കുറെ ഒബ്സർവേഷൻസ് തന്നിട്ട് അതിന്റെ മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? എത്ര ഒബ്സർവേഷൻസ് കിട്ടിയാലും നമുക്ക് അതിന്റെ മീൻ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മീൻ ഓഫ് 6 numbers 6, 8, 5, 7, x and 4 is 7. Find the value of x. Question ഒന്നുകൂടി വായിച്ചു നോക്കിയേ. The mean of 6 numbers 6, 8, 5, 7, x and 4 is 7. Find the value of x. വല്ലത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? ആൻമരയ്ക്ക് മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ എന്താണ് ക്വസ്റ്റ്യൻ എന്താന്ന്. ഈ 6 നമ്പേഴ്സ് ആഡ്, ഈ 6 നമ്പേഴ്സിന്റെ മീൻ 7 ആണ്. അപ്പൊ ആ എക്സിന്റെ വാല്യൂ എത്രയാന്ന് കണ്ടുപിടിക്കണം. 6 നമ്പേഴ്സിന്റെ 6 ഒബ്സർവേഷൻസിന്റെ മീൻ എന്ന് പറയുന്നത് 7. എന്നാൽ ആ 6 നമ്പേഴ്സിൽ 6 എണ്ണം നമുക്ക് അവിടെ തന്നിട്ടില്ല, ഒരു വാല്യൂ തന്നിട്ടില്ല. 5 വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു വാല്യൂ തന്നിട്ടില്ല. ആ തരാത്ത വാല്യൂ we have to find out that value, missing value. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഏതൊക്കെയാ ഒബ്സർവേഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? Observations are 6, 8, 5, 7, x, 4. ഇത്രയും ഒബ്സർവേഷൻസ് ഉള്ളത്. മീൻ എത്രയാന്ന് തന്നിട്ടുണ്ട്? മീൻ ഈസ് ഈക്വൽ ടു 7. മീൻ ഈസ് ഈക്വൽ ടു 7. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? ഈ 6 നമ്പേഴ്സിന്റെ മീൻ ആണ് 7 എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ 6 നമ്പേഴ്സിൽ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ തരാത്ത വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മീൻ എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഈ ഒബ്സർവേഷൻസിന്റെ എല്ലാം സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലേ? എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 6 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പൊ ഈ 7 എന്ന് പറയുന്ന മീൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 6 plus 8 plus 5 plus 7 plus x plus 4 divided by 6 observations അല്ലേ ഉള്ളത്?
അല്ലേ? ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 30. എത്ര കിട്ടുക? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 + 8 + 5 + 7 + 4. 6 + 8 14, 14 + 5 14 + 5 19 30. + 9 28 + 4 28 + 4 32. 32 അല്ലേ? 30 അല്ലേ മിസ്? ഒന്നുകൂടി നോക്കട്ടെ. മിസ് 30 അല്ലേ മിസ്? 6 + 8 + 5 + 7 + 4. ഓക്കെ. 30. എക്സിന്റെ വാല്യൂ നമുക്കറിയില്ല, അതുകൊണ്ട് എന്ത് എഴുതി? 30 + x. എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഡിവൈഡഡ് ബൈ 6. 30 + x ഡിവൈഡഡ് ബൈ 6. ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 30 + x ഡിവൈഡഡ് ബൈ 6 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? മീൻ ഈക്വൽ ടു 7 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? 30 + x ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 7. ഇതാണ് നമ്മുടെ മീൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട മീൻ ഇതാണ്. 30 + x ഡിവൈഡഡ് ബൈ 6. മീനിന്റെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 7. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഡിവൈഡഡ് ബൈ 6 എന്നുള്ളത് ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു 6 ആവും. അപ്പൊ എങ്ങനെ വരും? 30 + x is equal to 7 into 6. 30 + 6 is equal to 7 into 6. 30 + x is equal to 7 into 6 എത്രയാ? 42. ഇനി എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എക്സ് അവിടെ തന്നെ നിർത്തിയിട്ട് 30 നമ്മൾ ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 42. പോസിറ്റീവ് എക്സ് ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -30 ആവും. -30. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 42 - 30 12. മനസ്സിലായോ ചെയ്തത്? മനസ്സിലായോ? ഇല്ല? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതൊക്കെ ഓക്കെ ആയിരിക്കും, ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും കിട്ടാത്ത അല്ലേ? അല്ലേ? ഇവിടുന്ന് മുതൽ മനസ്സിലായില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലേ മനസ്സിലാവാത്തെ? അതെന്താന്ന് വെച്ചാല് ആദ്യം മുതൽ തന്നെ പറഞ്ഞുതരാം. നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഇതൊക്കെയാണ്. 6, 8, 5, 7, x 4. അതായത് 6 ഒബ്സർവേഷനിൽ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടില്ല. തരാത്ത വാല്യൂ നമ്മൾ എക്സ് ആയി എടുത്തു. ഓക്കെ. ഇനി അതിന്റെ മീൻ എത്രയാന്ന് തന്നിട്ടുണ്ട്? 7 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ മീൻ കണ്ടുപിടിക്കുന്നേ? ഒബ്സർവേഷൻസിന്റെ സമ്മിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഒബ്സർവേഷൻസിന്റെ സം കണ്ടുപിടിക്കാൻ 6 + 8 + 5 + 7 പ്ലസ് നമുക്കറിയാത്ത ഒരു ഒബ്സർവേഷൻ ഉണ്ട്, അതിനെ എക്സ് എന്നെടുത്തു, +4. അപ്പോ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ 30 കിട്ടി. അറിയാത്ത നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് തന്നെ എഴുതി. 30 + x ഡിവൈഡഡ് ബൈ 6.
30 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 6 ആണ് നമുക്ക് തന്നിരിക്കുന്ന മീൻ 7. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സിനെ മാത്രം ഈക്വൽ സൈനിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി എല്ലാ നമ്പേഴ്സിനെയും ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ 6 ആണുള്ളത്. ആ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 6 ആവും. ഓപ്പറേഷൻസ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഡിവൈഡഡ് ബൈ 6 ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 6 ആവും. അപ്പൊ 7 into 6. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? 30 പ്ലസ് എക്സ് മാത്രമേ ബാക്കിയുള്ളൂ. 30 പ്ലസ് എക്സ് ഈക്വൽ ടു 7 into 6. 7 into 6 എത്രയാ? 42. ഇനി എന്താ ചെയ്യണ്ടേ? ഈ 30 പ്ലസ് എക്സിലെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സ് ആണ് കണ്ടുപിടിക്കണ്ടേ. ആ എക്സ് മാത്രം ഈക്വൽ സൈൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് 30 നമ്മൾ ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. 30ക്ക് ഇവിടെ പ്ലസ് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ പോസിറ്റീവ് സൈൻ ആണ് 30 അല്ലെ? പോസിറ്റീവ് സൈൻ നമ്മൾ എപ്പോഴും നമ്പേഴ്സിനെ കൂടി ഇടാറില്ല. അപ്പൊ 30 എന്ന് മാത്രം പറയുമ്പോൾ അത് പോസിറ്റീവ് സൈൻ ആണ്. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -30 ആയി. അപ്പൊ x is equal to 42 minus 30. x is equal to 12. ഇനി ഓക്കെ, പേജ് നമ്പർ 64 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 64. അതിനെ 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ദ മീൻ ഓഫ് 4, 8, x, 7, 10 and 12 is 8. Find the value of x. ഇപ്പൊ ചെയ്ത് ഇതേപോലെ അതിൽ എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. പേജ് നമ്പർ 64ലെ 10ാമത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞോ ഫെയ്ത്ത്? നോ മിസ്, അവസാനത്തത് ചെയ്യുക. അവസാനത്തത് പെട്ടെന്ന് ചെയ്തോ. എന്താ വീഡിയോ ഓഫ് ചെയ്തേ? മിസ് കഴിഞ്ഞു. എത്ര ആൻസർ കിട്ടിയേ? 7. ആൻമേരേക്ക് 7 തന്നെ കിട്ടി. 7 കറക്റ്റ് ആട്ടോ. അപ്പൊ അത് ചെയ്യാൻ മനസ്സിലായില്ലേ? ഹോംവർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ടൈം തീരാറായി. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ കേട്ടോ. The mean of ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ. The mean of 5, 6, 7, x, 9 and 5 is 7. Find the value, find the value of x. The mean of 5, 6, 7, x, 9 and 5 is 7. Find the value of x. എഴുതിയില്ലേ? ഇതിലെ 3 നമ്പേഴ്സിന്റെ മീൻ 7ഉം ഒബ്സർവേഷൻസ് 5, 6, 7, x, 9 and 5. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞല്ലേ? ഓക്കെ, ആ ഹോംവർക്ക് ഇന്ന് ചെയ്തോ.
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മീനിന്റെ കുറച്ച് ടഫായിട്ട് വരുന്ന പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നമുക്ക് ചെയ്തിട്ട് മീഡിയനും മോഡും എടുക്കാം. മീഡിയനും മോഡും എളുപ്പമാണ്. മീൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ അത് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തിട്ട് ബാക്കിയുള്ളത് പറയാം. ഓക്കെ, അപ്പൊ ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ബൈ.